ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എഫ് എം ഡിറ്റക്ടർ എന്നുള്ള ടോപ്പിക്കാണ്. നമ്മൾ എഫ് എം ഡിറ്റക്ടർ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. സോ എഫ് എം ഡിറ്റക്ടറിൽ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തത് 6th മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താണ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു എഫ് എം ഡീമോഡുലേഷൻ എന്താണെന്ന് പറഞ്ഞു. നമ്മൾ ഒറിജിനൽ എഫ് എം സിഗ്നലിനെ മോഡുലേറ്റിംഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനായിരുന്നു എഫ് എം ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആണ്. നമ്മൾ ഈ എഫ് എമ്മിൻ്റെ വേവ് ഫോം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് എന്ന് പറയുന്നത് എഫ് എം മോഡുലേറ്റിംഗ് സിഗ്നലായിരിക്കും. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നലായിരിക്കും. അപ്പോൾ ഈ എഫ് എം മോഡുലേറ്റിംഗ് സിഗ്നലിനെ ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പളിനെയാണ് നമ്മൾ ഡീമോഡുലേഷൻ എന്ന് പറയാം. സോ ഡീമോഡുലേഷൻ നമുക്ക് 4 സർക്യൂട്ട്സ് ഉണ്ട്. സ്ലോപ്പ് ഡിറ്റക്ടർ, ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ, ഫോസ്റ്റർ സീലെ ഡിസ്ക്രിമിനേറ്റർ, PLL ഡീമോഡുലേറ്റർ. അപ്പോൾ ഓരോ ക്ലാസ്സുകളിലും നമുക്ക് ഓരോ ടോപ്പിക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലോപ്പ് ഡിറ്റക്ടർ പറഞ്ഞു. എന്തായിരുന്നു സ്ലോപ്പ് ഡിറ്റക്ടർ? സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ ജനറലി ഒരു ഫ്രീക്വൻസി സെലക്റ്റീവ് നെറ്റ്വർക്കും ഒരു AM ഡിറ്റക്ടറും വെച്ചുള്ള സർക്യൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന FM സിഗ്നലിനെ നമ്മൾ ആദ്യം ഫ്രീക്വൻസി സെലക്റ്റീവ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ആംപ്ലിറ്റ്യൂഡായിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മൾ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ലെവൽ കൂടുതലായിട്ടും ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് ലെവൽ കുറയുന്ന ഒരു സർക്യൂട്ടായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. AM ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ തിരിച്ച് ഒറിജിനൽ മോഡുലേറ്റിംഗ് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ഇതായിരുന്നു സ്ലോപ്പ് ഡിറ്റക്ടർ. നമ്മളതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ പറഞ്ഞു. നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. ദ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ട്രെവിസ് ഡിറ്റക്ടർ ഓർ ട്രിപ്പിൾ ട്യൂൺഡ് ഡിസ്ക്രിമിനേറ്റർ ഓർ ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രിമിനേറ്റർ. മൂന്നും ഒരേ പേരാണ്. ഏതെങ്കിലും ഒരു പേര് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കീവേഡിലായിരിക്കും ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ യൂണിവേഴ്സിറ്റി എക്സാമിനും ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ. സോ ഇറ്റ് ഈസ് ബേസിക്കലി consist of 2 slope detectors. They are connected back to back to the opposite end of a center taped transformer and hence fed a 180 degree out of phase. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇങ്ങനെയാണ് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും. സർക്യൂട്ടിൽ ആദ്യം നമ്മൾ ഒരു FM ഇൻപുട്ട് കൊടുക്കും. ഇതിലൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൽ നമ്മൾ ഒരു 2 ട്യൂൺ സർക്യൂട്ടുണ്ട്. 2 സ്പെസിഫിക് ഫ്രീക്വൻസിയാണ് ട്യൂൺ ചെയ്യുന്നത്. ഒന്ന് FC + ΔFും ഒന്ന് FC - ΔFും. അപ്പോൾ ഇതിൻ്റെ അപ്പർ പോർഷൻ നമ്മളൊരു ഡയോഡിലേക്ക് കണക്ട് ചെയ്യും. അത് ഡയോഡ് D1. ലോവർ പോർഷൻ നമ്മളൊരു ഡയോഡിലേക്ക് കണക്ട് ചെയ്യും, ഡയോഡ് D2. ഡയോഡ് D1ന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഡയോഡ് D2ന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 ഔട്ട്പുട്ടുകളുടെ ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് Vout. ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജനറലി ഈ സർക്യൂട്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നത് എന്താ വെച്ചാൽ ഫുൾ വേവ് സെൻറ്റർ ടൈപ്പ് റെക്ടിഫയർ പോലെ ഒരു സർക്യൂട്ടാണ് അല്ലേ. ഫുൾ വേവ് സെൻറ്റർ ടൈപ്പ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. നമ്മൾ 2 ഡയോഡ് യൂസ് ചെയ്യും. ആ 2 ഡയോഡും ഡയോഡ് D1ഉം ഡയോഡ് D2ഉം അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സെൻറ്റർ ടൈപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഇത് ഇതുപോലത്തെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. രണ്ടും തമ്മിലുള്ള റിലേഷൻ ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. The circuit uses 2 slope detectors. They are connected back to back, opposite ends of the center type transformer and hence fed 180 degree out of phase. Very important point. രണ്ടും തമ്മിൽ 180 ഡിഗ്രിയുടെ ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. യെസ്. The output is taken across the series combination of 2 loads so that the sum of individual output. സം ആണ് ജനറലി വരിക. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ സൈൻ നോക്ക്, പ്ലസ് മൈനസ് പ്ലസ് ആണ് അല്ലേ. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഈ ഫസ്റ്റ് സെഷനിൽ നിന്ന് സെക്കൻഡ് സെഷൻ മൈനസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? Vout, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻസ് നോക്കാം. സോ നമുക്ക് 2 സ്ലോപ്പ് ഡിറ്റക്ടേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിനെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് T' T'. T' എന്നുള്ളത് ഫസ്റ്റ് സർക്യൂട്ടറിയും T" എന്നുള്ളത് എന്താണ്? സെക്കൻഡ് സർക്യൂട്ടറി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കണ്ടീഷനാണ് പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് കണ്ടീഷൻ വിൽ ബി ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് FC. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഫ്രീക്വൻസി FC ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ ഇൻപുട്ട് ഫ്രീക്വൻസീസ് FC + ΔF. തേർഡ് കണ്ടീഷൻ ഇൻപുട്ട് ഫ്രീക്വൻസീസ് FC - ΔF. അപ്പോൾ എന്താണ് ഇത് മൂന്നും നമുക്ക് നോക്കാം. നമ്മൾ FMൻ്റെ ഒരു വേവ് ഫോം നോക്കുകയാണെങ്കിൽ FMൻ്റെ വേവ് ഫോമിൽ നിങ്ങൾക്കറിയാം ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ദ കാരിയർ ഫ്രീക്വൻസീസ് ഇൻക്രീസ്ഡ്
ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ദ കാരിയർ ഫ്രീക്വൻസീസ് ഡിക്രീസ്ഡ് അല്ലേ. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എഫ് സി പ്ലസ് ഡെൽറ്റ എഫും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ എനിക്ക് കിട്ടുന്ന ഫ്രീക്വൻസി എഫ് സി മൈനസ് ഡെൽറ്റ എഫ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇത് 100 ഹെർട്സ് ആയിട്ടുള്ള കാരിയർ ആണെങ്കിൽ 120 ഹെർട്സ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിലും 80 ഹെർട്സ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും കിട്ടുകയാണെങ്കിൽ ഇതൊരു എഫ് എം ആണ്. അപ്പോൾ ഇതാ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ 3 കണ്ടീഷൻ പറഞ്ഞ എന്തായിരുന്നു? ഒന്ന് എഫ് സി പ്ലസ് ഡെൽറ്റ എഫും ഒന്ന് എഫ് സി മൈനസ് ഡെൽറ്റ എഫും. ഈ 3 കണ്ടീഷനാണ്. ഇതാണ് ഈ 3 വേവ് ഫോമിൽ നമ്മൾ പറയുന്നത്. ഈ 3 കണ്ടീഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ കണ്ടീഷൻ നമ്പർ 1 എന്താണ്? വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസീസ് എഫ് സി. സോ വാട്ട് ഈസ് എഫ് സി? നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന എഫ് എം സിഗ്നലിൻ്റെ കാരിയർ ഫ്രീക്വൻസിയാണ് എഫ് സി. അപ്പോൾ ഒരു എഫ് സി എന്നുള്ളൊരു റെഫറൻസ് ഫ്രീക്വൻസി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എഫ് സി ആണ് ഇൻപുട്ട് വരുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദി കണ്ടീഷൻ ഇവിടെ പറയുന്നുണ്ട്. വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എഫ് സി, ബോത്ത് ദി T1 and T2 produce the same voltage. Hence V01 and V02 are identical and they are subtract each other. വളരെ ക്ലിയർ ആണ്. ഇത് എഫ് സി എന്നുള്ള ഒരു കോൺസ്റ്റൻറ്റ് ഫ്രീക്വൻസി ആയതുകൊണ്ട് വളരെ ക്ലിയർ ആണ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ജനറലി പറയാം 2 സെഷനിലും ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ബിക്കോസ് ദ ഇൻപുട്ട് ഫ്രീക്വൻസീസ് എഫ് സി. ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 10 വോൾട്ടാണ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്ര വോൾട്ട് ജനറേറ്റ് ചെയ്യും? 10 വോൾട്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് അല്ലേ. അപ്പോൾ ടോട്ടലി എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും? 10 മൈനസ് 10. ദാറ്റ് ഈസ് വാട്ട് ഈസ് ദി ഔട്ട്പുട്ട് ഹിയർ? ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫസ്റ്റ് കണ്ടീഷനിൽ ഇൻപുട്ട് എഫ് സി ആവുന്ന സമയത്ത് 2 വോൾട്ടേജും സെയിം ആവും. 2 വോൾട്ടേജും സെയിം. അപ്പോൾ എന്താണ് ഈ വോൾട്ടേജ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞാണ്. സ്ലോപ്പ് ഡിറ്റക്ടർ ജനറലി ചെയ്യുന്ന കാര്യം, ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി ഇൻപുട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ സ്ലോപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. സ്ലോപ്പ് ഡിറ്റക്ടർ അതായിരുന്നല്ലോ. അതിന് നമ്മളൊരു AM ഡിറ്റക്ടർ വഴി നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ആക്കേണ്ടത്. വളരെ ക്ലിയർ ആണ്. ഒരു ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻപുട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഒരു ഹയസ്റ്റ് ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ ഒരു ഹയസ്റ്റ് വോൾട്ടേജും, ഒരു ലോവസ്റ്റ് ഫ്രീക്വൻസി വരുന്നുണ്ടെങ്കിൽ ഒരു ലോവസ്റ്റ് ആംപ്ലിറ്റ്യൂഡും അല്ലെങ്കിൽ ഒരു ലോവസ്റ്റ് വോൾട്ടേജും പ്രൊഡ്യൂസ് ചെയ്യാനാണ് സ്ലോപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫസ്റ്റ് കേസിൽ എഫ് സി ആണ് എൻ്റെ ഇൻപുട്ട് എങ്കിൽ 2 വോൾട്ടേജ്. അപ്പോൾ ഞാനിവിടെ വോൾട്ടേജിനെ V01 എന്നും V02 എന്നും മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ V01 ആൻഡ് V02 വിൽ ബി ഈക്വൽ. ദെൻ ഔട്ട്പുട്ട് വിൽ ബി 0. സോ വാട്ട് ഈസ് കേസ് നമ്പർ 2? കേസ് നമ്പർ 2 ആണ് നമുക്ക് പറയാനുള്ളത്. കേസ് നമ്പർ 2ൽ വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്. എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ആണ് എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എങ്കിൽ എന്ത് പ്രോസസ്സ് നടക്കും നമുക്ക് നോക്കാം. അപ്പോൾ എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക? ഈ കണ്ടീഷനിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആണ്. എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ആണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഏത് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസിയാണ് നമുക്കറിയാം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഡയോഡ് D1. സോ ഈ ഡയോഡ് D1ലൂടെയാണ് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് വരിക. വളരെ ക്ലിയർ ആണ്. ഈ ഡയോഡ് D1ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് V01 ഡയോഡ് 2ൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് V02 ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി V01 വിൽ ബി ഗ്രേറ്റർ ദാൻ V02. കാരണം എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ഏതിലൂടെയാണ് D1. അപ്പോൾ ഇവിടെ ഈ V01ൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും V02ൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും സംഭവിക്കുക? എന്ത് പ്രോസസ്സാവും സംഭവിക്കുക? വളരെ ക്ലിയർ ആണ്. സോ വി ഗെറ്റ് ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്, then we get V01 is greater than V02. That means output will be positive. ഈ സമയത്ത് എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പോൾ നമ്മൾ കേസ് നമ്പർ 2 പറഞ്ഞു. വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് കേസ് നമ്പർ 2? ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഇസ് എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്, V01 is greater than V02, then output will be പോസിറ്റീവ്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു ഗ്രാഫും കൂടി നോക്കാനുണ്ട്. നമുക്ക് നോക്കാം. നെക്സ്റ്റ് കേസ് നമ്പർ 3. സോ വാട്ട് ഈസ് കേസ് നമ്പർ 3? കേസ് നമ്പർ 3 എന്ന് പറയുന്നത് ജനറലി നമ്മളിപ്പോൾ പഠിച്ച സർക്യൂട്ടിൽ കേസ് നമ്പർ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷനാണ് അല്ലേ. എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ? നമുക്കറിയാലോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി വിൽ ബി എഫ് സി മൈനസ് ഡെൽറ്റ എഫ്. സോ വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് ദ ഫ്രീക്വൻസി എഫ് സി മൈനസ് ഡെൽറ്റ എഫ്? എഫ് സി മൈനസ് ഡെൽറ്റ എഫ് എന്നുള്ളൊരു ഇൻപുട്ട് ഫ്രീക്വൻസിയാണ്
ഈ ബാലൻസ് സ്റ്റോപ്പ് ഡിറ്റക്ടറിലേക്ക് വരുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി വളരെ ക്ലിയർ ആണ്, നമുക്ക് എന്ത് പ്രോസസ്സ് സംഭവിക്കും. D2 ആണ്, D2 റിലേറ്റ് ചെയ്തുള്ള ഫ്രീക്വൻസിയാണ് എഫ് സി മൈനസ് ഡെൽറ്റ എഫ് അല്ലേ. സോ D2 എന്നുള്ളത് ജനറലി ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, ആ വോൾട്ടേജ് ആണ് V02. D1 എന്നുള്ളത് ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് V01. D1 എന്തും ആയിക്കോട്ടെ, ഓട്ടോമാറ്റിക്കലി ഈ കണ്ടീഷനിൽ എന്ത് സംഭവിക്കും, V02 ആയിരിക്കും കൂടുതൽ, V01 ആയിരിക്കും കുറവ്. സോ V01 വിൽ ബി എ ലെസ്സർ വോൾട്ടേജ്, V02 വിൽ ബി എ ഗ്രേറ്റർ വോൾട്ടേജ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, V02 കൂടുതലും V01 കുറവാണെങ്കിൽ ദ വോൾട്ടേജ് വിൽ ബി, ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി എന്തായിരിക്കും, നെഗറ്റീവ്. എന്താ ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. ഇപ്പോൾ V02 എന്നുള്ളത് 10ഉം V01 എന്നുള്ളത് 3ഉം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ 3 - 10 -7 ആണ് ഔട്ട്പുട്ട്. സോ -7 ആണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോൾട്ടേജ് ഔട്ട്പുട്ട് എന്താണ്, ഇപ്പോൾ നെഗറ്റീവാണ്. ഇതാണ് കേസ് നമ്പർ 3. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡ്യൂറിങ് കേസ് നമ്പർ 3 ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് എഫ് സി മൈനസ് ഡെൽറ്റ എഫ്, V01 ഈസ് ലെസ് ദാൻ V02, ദെൻ ഔട്ട്പുട്ട് വിൽ ബി നെഗറ്റീവ്. 3 കണ്ടീഷൻ കിട്ടും. വെദർ ദ ഇൻപുട്ട് ഈസ് 0, വെദർ ദ ഇൻപുട്ട് ഈസ് പോസിറ്റീവ്, വെദർ ദ ഇൻപുട്ട് ഈസ് നെഗറ്റീവ്. The 0 condition will occur when the input frequency is FC. At the time V01 and V02 will be same. The positive output will occur during the input frequency FC plus delta F. At that time V01 is greater than V02. Negative voltage will occur at the time of FC minus delta F. Then V01 will be less than V02. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ. ഈ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ഒരു നോട്ടായിട്ട് ഇവിടെ കുറിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ എന്ത് കാര്യങ്ങളാണ് പറയുന്നത് നോക്കുക. എക്സ് ആക്സിസിൽ ഞാൻ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഞാൻ വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇതിൽ സംഭവിക്കുന്ന കാര്യം, 2 ഫ്രീക്വൻസി റേഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് എഫ് സി മൈനസ് ഡെൽറ്റ എഫും ഒന്ന് എഫ് സി പ്ലസ് ഡെൽറ്റ എഫും. ഇതിന് സെൻറ്ററിൽ ഞാനൊരു ഫ്രീക്വൻസി കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്, എഫ് സി, റൈറ്റ്. സോ വാട്ട് ഹാപ്പൺ ഡ്യൂറിങ് എഫ് സി, എഫ് സിയിൽ എന്ത് സംഭവിക്കും, എഫ് സി ക്യാരിയറാണ് നമുക്ക് വരുന്ന ഫ്രീക്വൻസി എങ്കിൽ നിങ്ങൾക്കറിയാം, ക്യാരിയർ ഫ്രീക്വൻസിയാണ് ഇൻപുട്ടിൽ വരുന്നതെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0 ബിക്കോസ് ബോത്ത് ദി വോൾട്ടേജസ് ആർ ക്യാൻസൽ ഈച്ച് അതർ, റൈറ്റ്. 2 വോൾട്ടേജും ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്യാരിയർ ഫ്രീക്വൻസി അല്ലെങ്കിൽ എഫ് സി എന്നുള്ള പോയിന്റിൽ എനിക്ക് കിട്ടുന്ന വോൾട്ടേജ് എന്തായിരിക്കും, 0 ആയിരിക്കും. അടുത്ത കണ്ടീഷൻ നിങ്ങൾ നോക്ക്, വെൻ ദ ഇൻപുട്ട് ഫ്രീക്വൻസീസ് എഫ് സി മൈനസ് ഡെൽറ്റ എഫ്. എഫ് സി മൈനസ് ഡെൽറ്റ എഫ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. ഡയോഡ് D2 കണ്ടക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, V01 വിൽ ബി ലെസ് ദാൻ V02, ദെൻ വി ഗെറ്റ് എ നെഗറ്റീവ് വോൾട്ടേജ്. 0-നേക്കാളും താഴെയുള്ളൊരു വോൾട്ടേജാണ് എനിക്ക് കിട്ടുക അല്ലേ. What is next condition? In next condition, if the input frequency is FC plus delta F, നമ്മളെ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് സി പ്ലസ് ഡെൽറ്റ എഫ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, V01 എന്നുള്ളത് V02-നെക്കാളും കൂടുതലായിരിക്കും. സോ വി ഗെറ്റ് എ പോസിറ്റീവ് വോൾട്ടേജ് വിൽ ബി മാർക്ക്ഡ് ഹിയർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മൾ ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറിൻ്റെ വർക്കിംഗ് പറയാം. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. 2 സ്ലോപ്പ് ഡിറ്റക്ടറിൻ്റെ കോമ്പിനേഷനാണ് ജനറലി എന്ത്, ഒരു ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ, റൈറ്റ്. സോ നിങ്ങളോട് ചോദിക്കാം, വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. In balanced slope detector, the linear frequency is limited to small frequency devices. വളരെ ക്ലിയർ ആണ്, ചെറിയ ഫ്രീക്വൻസി ഒരു ലിമിറ്റിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റൂ, ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ട്യൂൺഡ് ഔട്ട്പുട്ട് ഈസ് നോട്ട് പ്യുവർലി ബാൻഡ് ലിമിറ്റഡ്. നമുക്ക് ഫൈനലി കിട്ടുന്ന ഔട്ട്പുട്ട് ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സോ ദിസ് മേ പ്രൊഡ്യൂസ് ഡിസ്റ്റോർഷൻ. സോ ഇതിൽ എന്താണ്, നമ്മൾ ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഒരു പ്യുവർ അല്ല, ഇംപ്യുവർ ആണ്. അല്ലെങ്കിൽ നോയ്സസ് ജനറേറ്റ് ചെയ്യാം, ഇൻ്റർഫറൻസ് ജനറേറ്റ് ചെയ്യാം. ഇതും എന്താണ്, ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നമ്മൾ ഇതാണ് പഠിച്ചത്, എന്താണ് ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടർ എന്ന് പഠിച്ചു. അതിൽ 3 കണ്ടീഷൻസ് പഠിച്ചു അല്ലേ. കണ്ടീഷൻ നമ്പർ 1 എന്തായിരുന്നു, വെൻ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് സി. കണ്ടീഷൻ നമ്പർ 2 ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് സി പ്ലസ് ഡെൽറ്റ എഫ്. കണ്ടീഷൻ നമ്പർ 3 ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് സി മൈനസ് ഡെൽറ്റ എഫ്. 3 കണ്ടീഷനിലും 3 വോൾട്ടേജ്, 3 വാല്യൂസ്. അപ്പോൾ ഇതാണ് ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടർ. റിപ്പീറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക.